ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം. ആ ഇരുട്ടുകുത്തി വള്ളങ്ങൾക്കാണ് പണ്ട് കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ചുണ്ടൻ വള്ളങ്ങൾ അതിൻ്റെ പകിട്ടോടും പ്രൗഢിയോടും കൂടി വരികയും ചുണ്ടൻ വള്ളത്തിൻ്റെ അത്രയും ചെലവില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായും, അതായത് ചെമ്പകശ്ശേരി രാജാവ് കായംകുളം രാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിന് ഉപയോഗിച്ച ഒരു വള്ളമായിരുന്നു ഇരുട്ടുകുത്തി. രാത്രിയിൽ പോയി അവിടെ എൻ്റെ നാടായിട്ടുള്ള കായംകുളത്ത് ആ രാജാവ് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ചരിത്രം പറയുന്ന അപ്പുറത്തേക്ക് നോക്കൂതാ, ഇപ്പോൾ ഇരുട്ടുകുത്തിയും ചെറുവള്ളങ്ങളുടെയും കളികൾ നടക്കുകയാണ്. അവിടെയും ആവേശമുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ ഓരോ വള്ളങ്ങൾക്കും ചുണ്ടൻ വള്ളത്തോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് ഇത്തരം വള്ളങ്ങൾ. ഇത് തെക്കനോടി വള്ളങ്ങൾ, ഇരുട്ടുകുത്തി വള്ളങ്ങൾ, ഇവയെല്ലാം തന്നെ ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. അവ ഓരോന്നും തന്നെ ആ ആവേശം അതേപടി തന്നെ നിലനിർത്തുന്നതാണ്. ഈ നാടിനൊരു സംസ്കാരമുണ്ട്, ഈ നാടിനൊരു ആവേശമുണ്ട്, ഈ നാടിനൊരു വാശിയുണ്ട്. ആ വാശിയും ആ സംസ്കാരവും നിലനിർത്തിക്കൊണ്ടുള്ള ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു. ഇതൊരു കായിക പോരാട്ടമാണ്, ഇതൊരു കലർപ്പില്ലാത്ത പോരാട്ടമാണ്, ഇതൊരു സത്യസന്ധമായ പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മത്സരത്തിന്റെ ആ കഴിവിന്റെ ഒരു അംഗീകാരം കൂടി നമുക്ക് ഈ കായൽപ്പരപ്പിൽ കാണേണ്ടി വരും. ജലനിരപ്പോട് പറ്റിച്ചേർന്ന് വരുന്ന ആ വള്ളങ്ങളെ കണ്ടില്ലേ, അതാണ് ഇരുട്ടുകുത്തി. രാത്രിയുടെ ഇരുട്ടിനെ പോലും അതിജീവിക്കുന്ന ആ വള്ളങ്ങൾ കുത്തിത്തുഴഞ്ഞു വരികയാണ്. 3 പങ്കായക്കാർ, അമരക്കാരെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇരിക്കുന്ന എല്ലാവരും ഒരേ രീതിയിൽ. 2 താളക്കാർ അതിവേഗം ഇരുട്ടിനെ പോലും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആ വള്ളങ്ങൾ. നല്ലൊരു മത്സരമാണ് അവിടെ, നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. ആരാണെന്ന് പറയാൻ പറ്റില്ല. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ ഇരുട്ടുകുത്തിയിൽ ആരാണ് മുന്നോട്ട് വരുന്നത് കാണേണ്ട കാഴ്ചയാണ്. അതായത് ഇരുട്ടുകുത്തിക്കകത്ത് 3 ഗ്രേഡുണ്ട്: എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്. എ ഗ്രേഡിനകത്ത് 43 മുതൽ 45 മുതൽ 60 വരെ തുഴച്ചിക്കാരുണ്ട്. ഇതൊരു പെൺകരുത്താണ്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ തുഴയുന്നത് വനിതകളാണ് എന്നുള്ളത് തന്നെ ആ ഒരു പെൺകരുത്ത് നമുക്ക് കാണാം. വളരെ ശക്തമായിട്ടുള്ള മത്സരമുണ്ട്. ആ മത്സരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങൾ ആദ്യ ഹിറ്റ്സ് നടക്കുമ്പോൾ വളരെ ശക്തമായ എന്തൊരു അഴകാണെന്ന്, എന്തൊരു കാഴ്ചയാണെന്ന്. ആ സഹോദരിമാർ വരുന്ന ഒരു കാഴ്ച, അതിന് പിൻബലമായി സഹോദരന്മാരായിട്ടുള്ള 3 പേര് പിന്നിലുണ്ട്. എന്തൊരു അഴകാണ്.